അനുരാഗ സന്ധ്യയിലേക്ക് സർഗ സൗന്ദര്യവുമായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ഓറഞ്ച് ഊട്ടി. വെൽക്കം ദേവിക കുട്ടി ഓൺ സ്റ്റേജ്. ഓറഞ്ചൂട്ടി എന്ന് വിളിപ്പേരുള്ള ദേവിക കുട്ടി കൊഞ്ചിപ്പാടുന്ന കിളിമൊഴി പെണ്ണിന്റെ പാട്ടിന്റെ ചാരുത ഒന്ന് വേറെ തന്നെ. കുരുന്നു പാട്ടിന് കരുത്തുമായി അച്ഛൻ സുമേഷ്, അമ്മ ജിമിത എന്നിവർ കൂടെ തന്നെയുണ്ട്. നാടൻ പാട്ടിന്റെ വശ്യ സൗന്ദര്യ മധുരവുമായി ടോപ്പ് സിംഗറിന്റെ വിസ്മയ വേദിയിലെത്തിയ ദേവിക കുട്ടി പടവുകൾ കയറി അന്തിമ പോരാട്ടത്തിലെത്തിയിരിക്കുന്നു. പ്രേക്ഷക മനസ്സുകളുടെ അനുഗ്രഹത്തിന്റെ ആവേശത്തിന്റെ കരുത്തുമായി ഭാവവിലോല മുഹൂർത്തങ്ങൾ ഒരുക്കി മനം കവർന്ന കൊച്ചു മിടുക്കിയാണ് ദേവിക. അന്ന് തൊട്ട് ഇന്ന് വരെയും പ്രേക്ഷക മനസ്സുകളിൽ വാത്സല്യഭാവം വിരിയിച്ച കൊച്ചുമിടുക്കി ഫൈനലിനൊരുങ്ങുകയാണ്. വിധികർത്താക്കളുടെ പോലും കണ്ണു നനയിച്ച വിസ്മയ പ്രകടനം നടത്തിയ പ്രതിഭ. ടോപ്പ് സിംഗറിലെത്തിയ ആരാധ്യ സംഗീത സംവിധായകരുടെ അനുഗ്രഹാശിസുകൾ നേടിയ വിസ്മയനാദം. ടോപ്പ് സിംഗറിന്റെ ഓറഞ്ചൂട്ടിക്ക് സ്നേഹാശംസകൾ. ഹലോ ഹലോ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ പിഷാരടിയും സംഘവും ചേർന്ന് എന്താണ് നമ്മുടെ ഓറഞ്ച് കുട്ടിക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, റെഡി അല്ലേ? 1 2 3 4. പാതിര കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ. പാതിര കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ. പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവ് നുള്ളിവാ മലർക്കാവിലൂടെ വാ. കാറ്റിലാടുമീ മുളം കാടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. ഇങ്ങനൊരു എന്താ ഒരു സംഗീതം നമ്മുടെ പിഷുവിന്റെ മനസ്സിൽ ഒളിഞ്ഞു കിടന്നത് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും ഉദ്ദേശിച്ചില്ല. അതായത് ഈ കേൾക്കുന്നവരെല്ലാം ഒരു ഭയങ്കര കൈയടി കൊടുക്കണം. ഇനി പിഷു സ്റ്റേജിൽ വരുമ്പോ പാടിയിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറയണം. ബാക്കി കാര്യം ഇതേ മുത്താണ്. ഏതെങ്കിലും ഒരാൾ കടലിന് അടിയിൽ ചെന്നത് വളരെ പാടുപെട്ട് എടുത്ത് പുറത്തു കൊണ്ടുവന്നാൽ ചിലപ്പോ കിട്ടും. അല്ലാതെ അങ്ങനെ കടൽത്തീരത്ത് വിൽക്കാൻ വെച്ചേക്കുന്ന സംഗീതം അല്ലത്. ഓറഞ്ചൂട്ടി കുറെ ദിവസമായിട്ട് ഇവിടെ പാട്ടൊക്കെ പാടും. അപ്പൊ ഇവര് കുറെ തെറ്റുകളൊക്കെ പറഞ്ഞു തരുമല്ലോ. ഇപ്പൊ മാമൻ പാടിയില്ലേ, എന്തൊക്കെയായിരുന്നു അതിലെ തെറ്റ്? ഏതാണ്? ഗോൾഡൻ ക്രൗൺ ആണോ? ഗോൾഡൻ ക്രൗൺ ക്രൗൺ ഡബിൾ ക്രൗൺ. അതെ. ഏതാണ് പാട്ട്? ചെമ്പരത്തി പൂവേ ചൊല്ലി ദേവനെ നീ കണ്ടു. നല്ല പാട്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഓറഞ്ച് കുട്ടി എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നല്ല നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ട് ഭയങ്കര ഹിറ്റ് സോങ് ആണ്, അറിയോ? ഈ ചിത്രത്തിന്റെ പേരെന്താണെന്ന് അറിയോ? ശ്യാമ. ശ്യാമ. തുണ്ടുവല്ലായി തുടങ്ങിയപ്പോ ചെമ്പരത്തി എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയൊരു നോട്ട് മാറിപ്പോയി. ഒരു നോട്ട് മാറി. ഇത്രയേ ഉള്ളൂ, അല്ല വലിയ സംഭവമൊന്നുമില്ല. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഫൈനൽസിലോട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. നമുക്ക് ഫൈനൽസിൽ വരികയാണെങ്കിൽ അവിടെ വെച്ച് കാണാം. ഓക്കെ. ചക്കരക്കുട്ടി, എന്തോ ഇന്ന് പാടിയത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പറഞ്ഞ ക്യൂട്ട്നെസ് റീലോഡ്. താങ്ക് യു സർ. അല്ലേ? എന്ത് രസമായിട്ടാണ് ആ ചൊല്ല് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും അങ്ങ് ചൊല്ല്. ആ ചെമ്പരത്തി പൂവിനോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം. ചേട്ടൻ പറയുന്ന പോലെ കാതു വെക്കുന്ന ചെമ്പരത്തി അല്ല, ആ ചെമ്പരത്തി പൂവിനോട് നമുക്ക് ഭയങ്കര ഒരു ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ, സ്വർണ്ണ രഥഘോഷം. ആ ഘോ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്. നോക്ക് പ്രത്യേകിച്ചും കൊച്ചല്ലേ, കുഞ്ഞല്ലേ, അങ്ങനെയല്ലേ പാടുന്ന. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ദേവിക കുട്ടി എന്തോ വളരെ നന്നായിരുന്നു കേട്ടോ, ഉഗ്രനായിരുന്നു പാടിയത്. ഇപ്പോൾ കുട്ടനങ്കിൾ പറഞ്ഞ പോലെ വളരെ ക്യൂട്ടായിരുന്നു കാണാനും കേൾക്കാനും. ചില സ്ഥലമൊക്കെ വളരെ നന്നായിരുന്നു കേൾക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രീകുട്ടിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. മൊത്തത്തിൽ കേൾക്കാൻ വളരെ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഫൈനലിൽ വരില്ലേ? വരണം. ഓക്കെ. അല്ല, വേറൊരു കാര്യമുണ്ട്. എല്ലാരും ഫൈനലിൽ വന്നാലും വന്നില്ലെങ്കിലും അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും 20 ലക്ഷം രൂപ വെച്ച് കിട്ടിയില്ലേ? വലിയ ഭാഗ്യായിട്ടാ അതൊക്കെ, ചെറിയ കാര്യമൊന്നുമല്ല. മാത്രമല്ല ഇപ്പൊ എംജിഎണ്ണൻ പറഞ്ഞ പോലെ ഈ പല പാട്ടുകളും, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറഞ്ഞത്, എനിക്ക് വർഷം അടയാളപ്പെടുത്തുന്നത് സിനിമ വെച്ചിട്ടാ. കുറച്ച് വലുതായപ്പോൾ തൊട്ട് ഒരു കാസറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 50 രൂപ, 40 രൂപ, 35 രൂപയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പടത്തിൽ ചിലപ്പോൾ ഒരു പാട്ട് 2 പാട്ടായിരിക്കും ഹിറ്റ്. അത് വെച്ചിട്ട് ഈ മെൽ ട്രാക്ക് എന്നൊക്കെ പറയുന്ന ഒരു കമ്പനിയുടെ 60ന്റെ കാസറ്റ് 90ന്റെ കാസറ്റ് എന്ന് പറഞ്ഞ് 2 കാസറ്റ് ഉണ്ട്. അത് മേടിച്ച് കടയിൽ കൊടുത്ത് 10 രൂപയ്ക്ക് 2 സൈഡിൽ എ പാർട്ടും ബി പാർട്ടിലും പാട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ കേൾക്കുന്നത്. ഈ പാട്ടൊക്കെ ഇറങ്ങുമ്പം മുകളിൽ അത്രേ ഉള്ളൂ മാമൻ. എന്നിട്ട് ഞായറാഴ്ച ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചയ്ക്ക് 2:10 കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് വാർത്ത അതിനിടയിൽ കേട്ടിട്ടൊക്കെ പാടുപെട്ട് കേട്ടോണ്ടിരുന്ന പാട്ടാണ്. ഇപ്പൊ നോക്കി എത്ര രസമായിട്ടാണ് ഇവിടെ കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പാട്ട് കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് അവരുടെ കുറെ കുട്ടിക്കാലവും പണ്ടത്തെ കാലവും നല്ല കാലങ്ങളും ഒക്കെ ഒരുപാട് ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരുമ്പോൾ ഭയങ്കര സന്തോഷം വരും. അപ്പൊ പാടുന്നതിലൂടെ എന്താ കൊടുത്തത്? സന്തോഷം. എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമല്ലേ? ആ 20 ലക്ഷം രൂപ എന്നൊരു 10 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ സങ്കടം വരൂല്ലേ? പക്ഷെ സന്തോഷം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പാടുമ്പോൾ എല്ലാവരും ഹാപ്പി ആവും കേട്ടാ. അപ്പൊ ഓറഞ്ച് കുട്ടിയുടെ ഇന്നത്തെ പാട്ടിന്റെ എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂട്ട്നെസ്. എത്ര ക്യൂട്ടായിട്ട് പാടിയത് അതാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഫിനാലയിൽ വരുന്നു. ഇത് ഫിനാലയാണ്. ഫിനാലയുടെ ആദ്യത്തെ ഒരു സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്, അല്ലേ? ഫിനാലെ ആദ്യം ഈ സ്റ്റേജിൽ 21 പേരും നമ്മുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന 12 പേര് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 8 പേര് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകും. പക്ഷെ ഫിനാലയിൽ എല്ലാവരും ഉണ്ട്. അത് നടാടെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഫിനാലയിൽ എല്ലാ കുഞ്ഞുങ്ങളും ഒന്നിച്ചു വരും. അത് നമ്മുടെ നിർബന്ധമായിരുന്നു. ഫ്ലവേഴ്സിന്റെ നിർബന്ധമാണ് അങ്ങനെ വേണമെന്ന്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമ്മുടെ ഓറഞ്ച് കുട്ടിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, ബൈ ബൈ, ബൈ. സ്വര സൗന്ദര്യവുമായി ഫൈനൽ മത്സരത്തിന്റെ അനുഗ്രഹവേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം മോഡിയൻ കൗശിക്. വെൽക്കം കൗശിക് ഓൺ സ്റ്റേജ്. ടോപ്പ് സിംഗറിന്റെ പാട്ടുകൂട്ടിലെ കുട്ടിക്കൊമ്പൻ കുറ്റിയാടിക്കാരൻ കൗശിക് പ്രേക്ഷക മനസ്സിനെ പുളകം കൊള്ളിച്ച ടോപ്പ് സിംഗറിന്റെ സ്വന്തം ഒടിയൻ. കുറ്റിയാടിയിലെ അധ്യാപക ദമ്പതികളായ വിനോദിന്റെയും സ്മിതയുടെയും ഓമന മകൻ ഇന്ന് പ്രേക്ഷക ലക്ഷങ്ങളുടെ പ്രിയങ്കരനാണ്. ഒടിയന്റെ വേലത്തരങ്ങളുമായി കൗശിക്കിനി ഫൈനൽ റൗണ്ടിൽ ഇറങ്ങുന്നു. ഫാസ്റ്റ് സോങ് നമ്പറുകളുടെയും വേദിയിലെ നൃത്താഭ്യാസ പ്രകടനങ്ങളിലൂടെയും മനം കവർന്ന കൗശിക്കിന്റെ പുതിയ വേലകൾ കാണാൻ നമുക്ക് കണ്ണിമച്ചിമാതെ കാത്തിരിക്കാം. വിധികർത്താക്കളുടെ ഉപദേശ വഴിയിലൂടെ നടന്ന കൗശിക്കിന് ഇന്ന് വഴങ്ങാത്ത ഗാനങ്ങളില്ല. പാടിയ പാട്ടുകളൊക്കെയും ജനമനസ്സിലും വിധികർത്താക്കളുടെ മനസ്സിലും ഇടം നേടിയിരിക്കുന്നു.
അടവുകൾ 18 പയറ്റി ഈ കുറുമ്പൻ ഫൈനലിലേക്ക് കാലൂന്നിയത് വെറും കൈയോടെ മടങ്ങാനല്ല എന്നത് തീർച്ച. കുട്ടിക്കൊമ്പന്റെ തകർപ്പൻ പ്രകടനങ്ങൾക്ക് കാത്തിരിക്കാം. പ്രിയ കൗശിക്കിന് ടോപ്പ് സിംഗറിന്റെ സ്നേഹാശംസകൾ. എത്ര പ്രാവശ്യം ഈ വേദിയിൽ ഇങ്ങനെ നിന്നെ ഇത്ര സ്നേഹത്തിൽ വിളിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനിയിപ്പോ എത്ര ദിവസം വിളിക്കാൻ? അതാണ് ഞാൻ മീനൂട്ടിയോട് ചോദിച്ചോണ്ടിരുന്നത്. ഇനി എത്ര ദിവസം നിന്നെ ഇങ്ങനെ വിളിക്കും? ഭയങ്കരമായിട്ട് മിസ്സിങ് കേട്ടോ ഇതൊക്കെ കഴിയുമ്പോഴേ. പക്ഷെ നമ്മൾ ഫൈനലിൽ എത്തി അല്ലേ? കോൺഫിഡന്റ് ആയിരിക്കണേ. എത്ര പെർഫോമൻസസ് ആണ് അണ്ണാ ഈ തരുണത്തിൽ അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, നന്നായിരിക്കുക. കാരണം ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ചേട്ടാ വേറൊരു കാര്യമുണ്ട് കേട്ടോ. സാധാരണ ഈ റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞാൽ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഫൈനൽ എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഫിനാലെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ 10 ദിവസമായിട്ട് രാപ്പകൽ ഇത് തന്നെ പാട്ട്. ഏതൊരു പാട്ട്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. എത്രയോ വർഷങ്ങൾ മുമ്പ് ആ മഹാനായ വയലാർ സാർ എഴുതിയൊരു ഈ പാട്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ട് ഇന്ന് എത്ര അർത്ഥവത്താണെന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ചു. എന്ത് ദീർഘവീക്ഷണം ആണ് അദ്ദേഹത്തിന്റെ വരികൾക്ക്. അതുപോലെ തന്നെ ദാസേട്ടൻ പാടിയിരിക്കുന്നത്. അതില് എം ജേണ അതിലൊരു വരിയുണ്ട്, തമ്മിൽ കണ്ടാൽ അറിയാതായി എന്ന് പറയും. ആ വരി മാത്രം ശരിയല്ലല്ലോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാസ്കും കൂടി വന്നത്. അതോടുകൂടി ഒരു മനുഷ്യനെ കണ്ടാൽ അറിയാത്ത അവസ്ഥയിലോട്ട് പോയ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. നന്നായിട്ട് ശ്രദ്ധിച്ച് പാടുക. ഇത് ഇനിയിപ്പം നമുക്കിവിടെ ഒന്നും നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാനൊന്നുമില്ല. ഇനി നിങ്ങൾ പാടുക, ഞങ്ങൾ കേക്ക് മാർക്കിടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്കൂട്ടോ. ദൈവങ്ങളെ സൃഷ്ടിച്ചു
കൗശിക്, ഓ ഇതിന് ഞങ്ങൾ ഇനി പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. ആ നന്നായിട്ട് പാടിയിട്ടു. താങ്ക് യു സർ. വെരി ഗുഡ്. താങ്ക് യു സർ. നല്ല പാട്ടിന്റെ സെലക്ഷൻ വളരെ നന്നായിരുന്നു. കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് ഇത്രയും നാളായിട്ടുള്ള ഒരു എന്താണ് സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫ്ലവേഴ്സിന്റെ ഈ വേദിയിൽ നിന്ന് പാടിയിട്ടുള്ളതിൽ എവിടൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഓ എവിടൊക്കെയാണ്? തിരിച്ചങ്ങോട്ടാണ് ചോദ്യം. മനുഷ്യൻ ചരണം ലാസ്റ്റിലത്തെ പല്ലവി മനസ്സു അവിടെ ചെറുതായിട്ടൊന്ന് പോയി. കറക്റ്റാണ്. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. ചരണത്തിലൊരു ഗ്യാപ്പ് വന്നു. പിന്നെ അധികം ആലോചിക്കണ്ട, ഒരു സ്ഥലം കൂടെ ഉള്ളൂ. പിന്നെ ഒരു സ്ക്രാച്ച് വന്ന പോലെ. അതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മള് സഹിക്കുന്നതാണല്ലോ. വേണ്ട, അധികം വിഷമിക്കണ്ട. മുസൽമാനായി എന്നുള്ളതിന്റെ സംഗതി രണ്ടാമത് പാടി. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു മോനെ. നന്നായിട്ട് പാടി. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. ഒന്നാമനായിട്ട് വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കാരണം ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ള എന്താണ് നമ്മുടെ ഞാൻ ആ പേര് ഇനി ഞാൻ നിന്നെ വിളിക്കുന്നില്ല. കാരണം നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ചിലപ്പോ ആ പേര് ഇല്ലേ ഞാൻ ആദ്യം വിളിക്കാമെന്ന് വെച്ചാണ്. പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാല് ഒന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനമാകത്തില്ല. പ്ലീസ് ഒന്ന് വിളിച്ചോട്ടെ പ്ലീസ്. എന്റെ പൊന്നു വേട്ടാവളിയാ. കുടിയോ? അപ്പൊ ഫിനാലെയാണ് നിന്നെ ഈ വേദിയിൽ പിന്നെയും കാണുന്നത്. ഈ ഫിനാലയുടെ വേദിയിൽ കാണുന്നതിന് പ്രത്യേകമായിട്ടുള്ള സന്തോഷമെന്നോ സ്നേഹമെന്നോ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എപ്പോഴും നീ ഈ വേദി വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നും എനിക്കിവിടെ ഇരുന്ന് ഇത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ. അത്രയും നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് വളർന്നു വരാൻ പോകുന്ന ആളാണെന്ന്. താങ്ക് യു സർ. അപർണ, എന്റെ മോൾ എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയുണ്ട് അതുപോരാ. അല്ല, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് വിട്ടിട്ടുണ്ട് തിരിച്ചും പറയണോന്ന് പറഞ്ഞിട്ട്. അല്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാത്തിലും രമേശേട്ടനൊന്ന് ഭയങ്കര സുന്ദരനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നെന്ന് പറയുന്ന കേട്ടാ തോന്നുന്നു അതെനിക്കറിയാം. ഞാൻ തുടക്കത്തിൽ ഇങ്ങോട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ജ്വല്ലറി ചെല്ലുമ്പോ നാരങ്ങള്ളം തരുന്ന പോലെ അത് കുടിച്ചാൽ പിന്നെ നമ്മൾ സ്വർണം മേടിക്കണമല്ലോ എന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കുറെ മണിക്കൂറുകളിൽ ഞാൻ മീനാക്ഷി നന്നായിരിക്കുന്നു, ഉടുപ്പ് നന്നായി ഇല്ല, ഞാൻ അങ്ങനെ ഒരു പക്ഷം പറയില്ല. സത്യം എവിടെയെന്നാണ് ഫസ്റ്റ് ചോദ്യം. ട്രൂത്ത്. അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യവും ലിബർട്ടിയും ഒക്കെ എല്ലാ സാധനങ്ങളും ഉള്ളൂ. കൗശിക്, നന്നായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോ ഒരു ഫൈനലാണ്. ഇതിന്റെ പ്രത്യേകത അറിയാലോ. ഇന്നത്തെ അനുപലവി ലാൻഡിങ്ങിൽ എന്താണ് പറ്റിയത്? ശ്വാസം കിട്ടാതെയായി, ചെറുതായിട്ടൊരു ക്രാക്ക് വോയിസിൽ വന്നു അല്ലേ? അതാണ് കൗശിക് പറയാൻ വിട്ടുപോയ ഒരു സ്ഥലം. ഹൈപ്പിച്ച് പോണ സമയത്ത് മൈക്ക് മൂക്കിന്റെ മുകളിലായിരുന്നു. നമ്മുടെ വോയിസ് പറഞ്ഞത് വായിലൂടെയും മൂക്കിലൂടെയാണ്. പക്ഷെ മൈക്കിന്റെ പൊസിഷൻ വേറെ ആയിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഹായ് കൗശിക്. ഹലോ. നന്നായി പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വേറെ ഫീല് തോന്നി പാട്ട് പാടിയപ്പോ. അത് കിട്ടാനാണ് എന്താ പറയാ, അത് ഉള്ളിന്ന് വരണം. അത് ഭയങ്കര നന്നായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇവരൊക്കെ പറയണ കേട്ടിട്ട് ഞാനും ഇരിക്കായിരുന്നു. മധുചേട്ടൻ ടെക്നിക്കൽ ഇതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അങ്ങനെയാണല്ലേ, ഞാനും കുറെ ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾ ദ വെരി ബെസ്റ്റ്. സമ്മാനം കിട്ടുന്നതിലല്ല പ്രാധാന്യം, പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ഇത്രയും എത്തിയത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. ബട്ട് സ്റ്റിൽ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കൗശികേ, ഈ ഓണത്തിന്റെ ഏറ്റവും ഹിറ്റ് പാട്ട് ഏതാ ശരിക്കും? ഓണം ആയാൽ അങ്ങ് തുടങ്ങുന്ന പാട്ട് ഏതാ? മറ്റേ ഈ എല്ലാ ടിവിയിലും അയ്യോ, എന്റെയൊക്കെ അറിവിൽ മാവേലി നാട് വാണിയിടും കാലം എന്നൊരു പാട്ട് ഓണത്തിന് പാടാറുണ്ടായിരുന്നു. അല്ലാത്ത അതിനെ കുറിച്ചാണ് കവി ഉദ്ദേശിച്ചത്. സത്യത്തിൽ ആ പാട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പാട്ട്. അതിലെല്ലാം ഓക്കെയാണ്, എല്ലാരും ഒന്നുപോലെ, കള്ളപ്പറയില്ല, ഒന്നുമില്ല. ഇതിനകത്താണ് കംപ്ലീറ്റ് കൈവിട്ടിരിക്കുകയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഒരു പാട്ടാണ് ഇത്. അപ്പോഴാണ് എന്റെ ചോദ്യം, ഇത് ദൈവങ്ങളെ കുറിച്ചൊക്കെ ആണല്ലോ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. മാവേലി ദേവനാണോ? അല്ല, അത് കുഴപ്പമില്ല, നമ്മൾ അറിയണ്ടേ. ഇപ്പൊ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വെച്ചാൽ അത് നെഹ്റുവിനോട് ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പറയാനാ? മാവേലി ദേവനാണോ അസുരനാണോ? ഒരു ഓണ അറിവ്.
ഇത് കഴിഞ്ഞ അപർണ ഉത്തരം പറയും. ആ ആ മീനാക്ഷി സഹായിക്കരുത്, സഹായിക്കരുത്. ഇപ്പൊ പറഞ്ഞു കൊടുത്തു. അതന്നെ. ഓ, അവന് ദേവൻ എന്ന് വെച്ചാൽ മനസ്സിലായി. ദേവൻ എന്ന് വെച്ചാൽ നടൻ. മീനുകുട്ടി പറഞ്ഞു കൊടുത്തോ? മീനുകുട്ടി പറഞ്ഞു കൊടുത്തു. മാവേലിനെ ഞാൻ ഇതുവരെ ആരും പ്രാർത്ഥിക്കുന്നു കണ്ടില്ലല്ലോ. ഇല്ല, അതാണ്. അതായത് ഓണത്തിന് ജാതിയില്ല, മതമില്ല, അങ്ങനെ ഒന്നുമില്ല. സർവോപരി മാവേലി അസുരനാണ്. അതെ നാഹാ. അസുരനായിട്ടുള്ള മാവേലി നല്ല ഉഗ്രനായിട്ട് നാട് ഭരിച്ചതുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മള് കൃത്യമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത് അല്ലെ. എത്ര പേര് ഭരിച്ചിട്ടുണ്ടാവും നാട്, പക്ഷെ ഇദ്ദേഹം അത്ര നന്നായിട്ട് എല്ലാരെയും ഒരുപോലെ കണ്ടു ഭരിച്ചതുകൊണ്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഓണം ഇത്ര കൃത്യമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെയായിരുന്നു പാട്ടും. അത്ര നന്നായിട്ട് പാടിയതുകൊണ്ട് എത്ര നാള് കഴിഞ്ഞാലും ഈ പാട്ടും ഈ നിമിഷങ്ങളും എല്ലാം ആൾക്കാർ കൃത്യമായിട്ട് ഓർത്തു വെച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ ഇതിനിടയിൽ മീനാക്ഷി ദേവൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കേട്ടായിരുന്നു. തെറ്റിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്കറിയായിരുന്നു അസുരനാണെന്ന്. പിന്നെ കൗശിക്കിനും തെറ്റാണ് തെറ്റിക്കോട്ടെ വിചാരിച്ചു ഞാൻ ദേവൻ എന്ന് പറഞ്ഞു. എന്തിനാണ് ചവിട്ടി താത്തിയത്? അപ്പം ഓണമല്ലേ, ആ കഥയെങ്കിലും ചവിട്ടി താത്താൻ മാത്രം മാവേലി എന്ത് തെറ്റ് ചെയ്തു? ചെറിയൊരു അതിർത്തി തർക്കം അല്ലേ? ഒന്നുമില്ല, മാവേലി കുറെ നല്ലത് ചെയ്തു. നല്ലത് ചെയ്തപ്പോ അസൂയ കൂടി. അങ്ങനെ ഒരുത്തൻ എന്നെക്കാളും നന്നാവണ്ട, അങ്ങനെ എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ബാധിക്കുന്ന രീതിയിൽ മറ്റൊരാൾ വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ദൈവങ്ങളൊക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ട് പുള്ളിനെ ചവിട്ടി താത്തിയത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് സമയം പോലെ എപ്പോഴെങ്കിലും ഓണത്തിന്റെ കഥ ഞാൻ പറഞ്ഞു തരും. ഈ പെർഫോമൻസിന്റെ ഒരു എക്സ് ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നത് മനസ്സ് പങ്കുവെച്ചു എന്ന് പാടിയതാണെന്ന് തോന്നുന്നു. അതിനൊരു അസൽ കൈയടി നമുക്ക് കൊടുത്തേ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഫിനാലയുടെ 2ാം സ്റ്റേജിൽ താങ്കൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കൾക്ക് ഇപ്പോൾ വിടാം. പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ടാവണമല്ലോ. ഒരു ചോദ്യം ഒരു ഉത്തരം. പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. അതാണ് കൗശിക്. നമുക്ക് എപ്പോഴും പ്രതീക്ഷ വേണം. നമ്മൾ മുമ്പിൽ വരുമെന്നുള്ളൊരു ഒരു എന്താണ് ആത്മവിശ്വാസം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ കൗശിക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുറുമ്പിന്റെ കൂട്ടിലെ പ്രിയ കുട്ടിക്കുറുമ്പി, നമ്മുടെ സ്വന്തം മമ്മിട്ട് ചിമ്മിട്ട് പൊട്ടാസ് അനന്യക്കുട്ടി. വെൽക്കം അനന്യക്കുട്ടി ഓൺ സ്റ്റേജ്. ചിമിട്ട് പൊട്ടാസ് അനന്യക്കുട്ടി ടോപ്പ് സിംഗറിന്റെ വേദിയിൽ ആഘോഷ തിമിർപ്പൊരുക്കിയ കൊച്ചുമിടുക്കി. അച്ഛൻ ദിനേശ് നായരുടെയും അമ്മ സുഷ്മിത നായരുടെയും വാത്സല്യനിധി. സ്വരവിരുന്നിൽ അത്ഭുത പ്രകടനങ്ങൾ ഒരുക്കി മനം കവർന്ന ഈ ചിരിക്കുടുക്കയ്ക്ക് വിളിപ്പേരുകൾ ഏറെയുണ്ട്. വിധികർത്താക്കളുടെ ചോദ്യങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടികൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും രസിച്ചും വേദിയിൽ നിറഞ്ഞാടിയ ചിമിട്ട് പൊട്ടാസ്. സംഗീതയാത്രയുടെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഈ ചിമിട്ട് പൊട്ടാസും വരികയാണ് കയ്യിലുള്ള അവസാന പടക്കോപ്പുമായി. ടോപ്പ് സിംഗറിന്റെ അനന്യക്കുട്ടിക്ക് സ്നേഹാശംസകൾ. ഓണമായിട്ട് തലയിൽ പൂക്കളം ഇട്ടൊരു കുട്ടിയെ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. പൂക്കളം കോമ്പറ്റീഷൻ ഫസ്റ്റ്. അനന്യക്കുട്ടി, എന്തോ ഒരു പല്ല് പോയോ? പിന്നെ എന്തൊക്കെയായിരുന്നു പേര്, പഴയ പേരുകള്? ഖമാർ, പടാ, ചിമിട്ട്, പൊട്ടാസ്, ബോംബ്, പെടമാൻ, മീച്ച വെച്ച റൗഡി, ആനന്യ, ബോണ്ടി. ഈ ശബരിമല മേൽശാന്തിയുടെ ഇന്റർവ്യൂവിനൊക്കെ ദേവേന്ദ്രന്റെ 27 പര്യായം പറയാന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. വെടിയും പുകയും പോലെ 9 പേര്. എന്താ ലാസ്റ്റ് പറഞ്ഞത്? ബോണ്ടിയോ? ബോണ്ടി. ബോണ്ടി എന്താ അതിന്റെ അർത്ഥം?
ബോണ്ട കൊണ്ട് തന്നവൾ ബോണ്ടി. ബോണ്ട കൊണ്ട് തന്നോ? അടിപൊളി. ബോണ്ട എവിടുന്ന് കിട്ടിയായിരുന്നു മോക്ക്? ബോണ്ട വാങ്ങിച്ചോണ്ട് പോകും. എവിടുന്ന് വാങ്ങിച്ചു? ഷോപ്പ്. അടിപൊളി അടിപൊളി കേട്ടോ. അപ്പൊ ഏത് പാട്ടാണ് ഈ ഫിനാലില് ഞാൻ പാടാൻ വന്നത്? വെണ്ണില ചന്ദന കിണ്ണം. ഭയങ്കര ടഫായിട്ടുള്ള പാട്ടാണല്ലോ. ആദ്യമായിട്ട് ഒരു കൊച്ചിന്റെ പാട്ടുമായിട്ട് വന്നേക്കുന്നത്. അപ്പോ യെസ് we will rock അല്ലേ? Yes we will rock. Yes okay right. all the best. Thank you. Okay. ഒരു പാടു. അത് മതി. അനന്യകുട്ടി ഹമ്മിങ് അത്
ടൂസേ ഹമാർ പടാർ ഠോ. പണ്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അനന്യക്ക്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് ഠോ എന്ന് പറയുമ്പോ അത് മറ്റേ നമ്മുടെ ഇത് പുതിയ സ്റ്റുഡിയോ അല്ലേ, മറ്റേ സ്റ്റുഡിയോ കുറച്ചുകൂടി ചെറുതായിരുന്നല്ലോ. അപ്പൊ ഈ ഠോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആയിട്ട് കേൾക്കും. ഇപ്പൊ ഞാനിത് തീർന്നപ്പോ ഠോ എന്ന് പറഞ്ഞ ചിരിക്കുന്നു. നന്നായിട്ട് പാടി മോളെ. അതിനകത്ത് എനിക്കൊരു ശകലം പ്രശ്നം തോന്നിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പല്ലവി തുടങ്ങിയില്ലേ, പല്ലവി തുടങ്ങിയപ്പോ അവിടെ വേറെ ഒന്നുമില്ല, ടുട്ടും ടുടുടും ടുട്ടും ടുടുടും ഉള്ളു. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതൊരു പാട്ടുകാരനായാലും ഏതൊരു പാട്ടുകാരിയായാലും അതിനകത്ത് ശ്രുതി കണ്ടുപിടിക്കാൻ ഒരു ലേശം ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ആദ്യത്തെ തുടങ്ങി അത് ആദ്യത്തെ വരുന്ന പാടൂ, പാടൂ. കറക്റ്റ്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവിടെ ഒരു പാഡ് വന്നു. ഇപ്പം സുഷി ഒരു പാഡ് ഇട്ട് തന്നപ്പോഴത്തേക്ക് മോക്ക് കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റി. ആ തുടക്കം മാത്രമല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. വളരെ, അതായത് ഒരു സൂപ്പർ എന്റർടൈനറാണ്. അതായത് ഒരു അസാമാന്യ കലാകാരിയാണ്. കാരണം ഇപ്പൊ ഇത്രയും ഒരുപാട് പേര് പാടിയെങ്കിലും ഇത്രയും എക്സ്പ്രഷനോട് കൂടി ഓരോ വരികൾക്കുമുള്ള എക്സ്പ്രഷൻ കൊടുത്ത് ചിരിച്ചോണ്ട് പെർഫെക്റ്റ് ആയിട്ട് പാടിയാണ് ഞാൻ. അതിന് എൻ്റെ ഡമാർ പടാറിന്, എൻ്റെ ബോണ്ടൂസിന് ഞാനൊരു ഉമ്മ. നന്നായിരുന്നു മോളെ. എനിക്ക് ഈ ആദ്യത്തെ ഇത് മാത്രം ശ്രുതിയിൽ അങ്ങോട്ട് കയറാനൊന്നും ബുദ്ധിമുട്ടി. പിന്നെ ട്രെയിൻ ട്രാക്കിൽ ഓടി നേരം എവിടെ സ്ഥലം? ബാംഗ്ലൂർ അല്ലേ? ആ, ബാംഗ്ലൂർ. ഓക്കെ, എന്ത് പറയുന്നുണ്ട്? വേണമാനൊരു ഡിഫറെന്റ് ക്ലാസ് ആണ്, ഒരു പ്രോഡിജിയാണ് നമ്മുടെ. വി ആർ റിയലി പ്രൗഡ്. നമ്മുടെ കുഞ്ഞിന്റെ ഓരോ പ്രാവശ്യവും ഈ പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും ഇത് മ്യൂസിക്കൽ മാത്രമല്ല, അനന്യക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പോൾ സിവിൽ സർവീസസ് എക്സാമിനാണ് ഒരു വലുതാകുമ്പോഴത്തേക്ക് എഴുതാൻ പോകണമെങ്കിൽ അവിടെയും കിട്ടും. അതെ അതെ. അതല്ലെങ്കിൽ വലിയ എന്താണ് ഒരു റിസർച്ച് ഒരു ഡോക്ടോറൽ തീസിസ് ഒക്കെ, പോസ്റ്റ് ഡോക്ടോറൽ ഇതിനൊക്കെ പോവുകയാണെങ്കിൽ അതിലും നമ്പർ 1 ആയിരിക്കും. അന്നൂസ് ഏതിലാണോ പോകുന്നത് അതിൽ നമ്പർ 1 ആയിരിക്കും. അങ്കിളുടെ വാക്ക് എഴുതി വെച്ചോ, ഞാൻ ഒപ്പിട്ട് തരാം കേട്ടാ. ഇന്ന് പാടിയത് എനിക്ക് കുട്ടിയാനെ മാത്രം ഇഷ്ടപ്പെട്ടില്ല. കുട്ടിയാന നീരാട്ട്, അത് എന്തോ കുട്ടിയാന എന്തോ പ്രശ്നമായി പോയിരുന്നു. കുട്ടിയാന അങ്ങോട്ട് വന്നില്ല. കുട്ടിയാന ഒന്ന് ഇവിടെ കൊണ്ടുവരുമോ? അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? അപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ. അത് മാത്രമാണ് അങ്കിളിന് തോന്നിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പൊ നല്ല രസമായി കേട്ടോ. അനന്യക്കുട്ടി ഡാൻസും പഠിക്കുന്നുണ്ടോ? ഡാൻസ് ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നൊക്കെ ഉണ്ട്. എന്ത് ഡാൻസാ പഠിക്കണേ? ഡാൻസ് എന്ന് പറഞ്ഞാ മധുവിന് എന്ത് വേണം അത് ചോദിച്ചാൽ മതി. കാരണം അവള് എന്തും ചെയ്യും. എന്ത് ചെയ്യും? ഡാൻസ് സ്വന്തമായിട്ടാണോ പഠിക്കണേ? സ്വന്തമായിട്ടും പഠിക്കും, ചേച്ചിയുടെ കൂടെയും പഠിക്കും, എന്തും ചെയ്യും. ചേച്ചിയുടെ ബുക്ക് കൊടുത്ത് പഠിക്കും? ചേച്ചിയുടെ 10th ബുക്സ് ഒക്കെ ഇരുന്ന് പഠിക്കുന്നല്ലേ പറഞ്ഞത്? ഞാൻ അത് റീഡിംഗ് ആണ്. ചേച്ചിയുടെ ബുക്സ് എടുത്തോണ്ട് ഇപ്പൊ എനിക്ക് ബുക്സ് ഒന്നും എന്റെ ബുക്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ സയൻസ് ബുക്ക് എടുത്ത് റീഡ് ചെയ്യാൻ തുടങ്ങും. ചെയ്യാത്ത കാര്യം എന്താണ്? അനന്യക്കുട്ടി ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ. അങ്ങനെയൊക്കെ ഒന്നുമില്ല, ഞാൻ എല്ലാം ചെയ്യാം. ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അനന്യക്കുട്ടിയുടെ ബുക്ക് വായിച്ചു കഴിഞ്ഞു? എല്ലാ ബുക്കും തീർന്നിപ്പോ 10th പഠിച്ചോണ്ടിരിക്കും. സമ്മർ വെക്കേഷന് മുമ്പുള്ള പരീക്ഷ എഴുതിയാൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് പാടിയത് ഉഗ്രനായിരുന്നു കേട്ടോ, കലക്കി. ആ തലയില ഹെയർ ബാൻഡ് താഴത്തേക്ക് ഇറങ്ങി കണ്ണിന്റെ അവിടേക്ക് എത്തി. അതെ, ഈ കേബിൾ ടി വി വരുന്നതിന് മുമ്പ് വീടിന്റെ മേളിൽ ഡിഷ് ആന്റിന ഇരിക്കൂലേ, അതുപോലെ ഇരിക്കുക. ആക്ഷൻ ത്രില്ലർ സിംഗറാണ് ഇവിടുത്തെ ടോപ്പ് സിംഗറിലെ. എന്തായാലും കൊള്ളാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സെക്കൻഡ് സ്റ്റേജിൽ കാണണം കേട്ടോ. വിഷു എന്തോ നമ്മുടെ പ്രിയദർശൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അതിനകത്തൊരു കൊച്ച് ഡാൻസ് ചെയ്യും, മീശ വെച്ചോണ്ട് ചെയ്യുന്നു, അങ്ങനെ അതൊക്കെ ചെയ്യുന്നു,
അവൾ ഒരുപാട് പിന്നെ എന്തോ നമ്മുടെ ഡാബർ മാമ ജീതർ മാമ എന്നുള്ള നമ്മുടെ അക്കരെ 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 പടത്തിൽ പാടിയല്ലോ. ആ കുട്ടി ഒരു 3 ദിവസത്തേക്ക് കുഞ്ഞാലി വരയ്ക്കാറെന്നുള്ള സിനിമയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ തികൃതി പിടിച്ചിട്ട് എന്താണ് പക്ഷെ ഇവിടെ വളരെ എന്താ ഒരു ദിവസം ഇല്ലാതെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് അവൾക്ക് പോകാൻ പറ്റിയില്ല. ഇല്ലായിരുന്നെങ്കിൽ അവളിപ്പം സിനിമാ നടിയായി. എനിക്ക് അതൊന്ന് കേൾക്കാൻ ആഗ്രഹം. നമ്മുടെ പിഷിനൊന്ന് കേൾപ്പിച്ചോട്. ഏത് ശ്രുതിയാ? Babru mama bali sama na kisi ka sitata sasus mimi liko hatari lihita falate namu hangi wangu basa wako bali oh sana. അതെ, ആ സിനിമയിൽ കണ്ടിട്ടുണ്ടോ? 2 ആഫ്രിക്കക്കാരിങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനെ ആടി ആടി പാടി പാടി പോകുന്നതാണ് ചെയ്തില്ലേ? അതുപോലെ എന്റെ കൂടെ ഒന്ന് ആടി ആടി പോകാൻ പറ്റുമോ? അത് പാടിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നാല് എന്റെ ഒരു ആഗ്രഹം. Babru mama bali sama na kisi ka sitata sasus mimi liko hatari lihita falate namu hangi wangu basa wako bali oh sana. ഈ കാർ കമ്പനിയൊക്കെ ഒരു കാർ കമ്പനി തുടങ്ങിയിട്ട് അത് സക്സസ് ആയിട്ട് ഒരു 10 വർഷം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 20 വർഷം ആകുമ്പോൾ ലിമിറ്റഡ് എഡിഷൻ എന്നും പറഞ്ഞ് കുറച്ച് കാർ അതൊരു 10-20 തന്നെ ഇറക്കുള്ളൂ. വളരെ തേടി പിടിച്ചേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു 2 ലക്ഷം വർഷമായിട്ട് മനുഷ്യരെ ഉണ്ടാക്കി ദൈവം അടുത്തപ്പം ചെറിയ ചില ലിമിറ്റഡ് എഡിഷൻ ഉണ്ടാക്കി വിട്ടതിൽ പെട്ടതാണ് ഈ നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത്. ഇത് ഒരുപാടില്ല, ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ആക്കിയിട്ട് ഇറക്കിയുള്ളതാണ്. അത് എങ്ങനെയോ കിട്ടേണ്ടവർക്ക് കിട്ടി അങ്ങനെ ഇരിക്കുന്നു എന്നുള്ള പരിപാടിയിൽ നിന്നോണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ഈ എല്ലാ പാട്ടുകാർക്കും കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ചില ആംഗ്യങ്ങളുണ്ട്. അല്ലാതെ പാടുന്ന കുറച്ചു പേരെ കണ്ടുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ആംഗ്യങ്ങളുണ്ടല്ലോ. പുള്ളിക്കാരത്തെ പാട്ടിനകത്ത് ആ വായിക്ക് ഇച്ചിരി നീളം ഉണ്ടോണ്ട് വാ നീട്ട് കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ വാ തീരുന്നവരെ കുറച്ചു നേരം വായിട്ടൊന്ന് വിറപ്പിച്ചു. ആ വാ ഒന്നോട് വിളിച്ചേ, അവരെ വിളിച്ചേ, വാ എന്ന് പറഞ്ഞൊന്ന് വിളിച്ചേ. അടിപൊളി കേട്ടാ. ഇപ്പൊ പാട്ടിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞ പോലെ എവിടെ പോയാലും ചേട്ടൻ പറഞ്ഞത് ഏത് മേഖലയിൽ പോയാലും അവിടെ നമ്പർ 1 ആവും. കൈ നോക്കാൻ അറിയോ? എന്നാ നോക്കിയിട്ടൊരു ഫലം പറഞ്ഞേ. എന്തെങ്കിലും 2 കാര്യം പറഞ്ഞു. ഞാൻ വളരുമ്പോ ആരാവും? ഈ രേഖ നോക്കിയിട്ട് ഞാൻ വളരുമ്പോ ആരാവും? ഞാൻ പറയണോ? എന്റെ ബോറൻ ചെയ്തെന്ന് പറയാൻ വേണ്ടിയല്ലേ. ഇതാരുടെയോ കയ്യിൽ നിന്ന് ധർമ്മജന്റെ കയ്യിൽ നിന്ന് കണ്ട പൈസ മേടിച്ച് എന്നെ കൈക്കാൻ വേണ്ടി വന്നു. മോളെ അത് പോണ്ട, എന്നെ നോക്കിട്ട് പറ, ഞാൻ വളരുമ്പോ ആരാവും? ആരാവും? പറഞ്ഞോ. എന്നാലും ഞാൻ ആരാവും? പറഞ്ഞോ എന്തേലും. വളർന്നു വരുന്ന രമേശൻ ഒരു ആക്ടർ ആവും. മോളെ എത്രയോ ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണെന്നറിയോ? അല്ല, എനിക്ക് വലുതാവുമ്പോ പോലീസ് ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് പറഞ്ഞില്ലല്ലോ. അവാനുസ്, the world is your stage. അവിടെ അങ്ങനെ 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 പാറി പാറി രസമുണ്ട്. അടുത്ത സ്റ്റേജിൽ അനൂസിനെ കാണണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. Let's keep our fingers crossed. Thank you. Okay? Right. Okay, bye. Okay, bye. Bye, bye, bye. വേദിയിൽ ആനന്ദരാഗസാഗരം ഒരുക്കിയ പാട്ടുകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, വെൽക്കം സൂര്യ മഹാദേവൻ ഓൺ സ്റ്റേജ്. മഹാസംഗീത വേദിയെ വിസ്മയ പ്രകടനം കൊണ്ട് കുളിരണിയിച്ച സൂര്യനിറവ്. മത്സരം മുറുകുമ്പോൾ സൂര്യമഹാദേവനും ഒരുങ്ങുകയാണ്. കൂടെ പ്രാർത്ഥനയോടെ അമ്മ രേണുകയും അച്ഛൻ മഹാദേവനും കുടുംബാംഗങ്ങളും. അനുപമമായ ആലാപന മികവിനാൽ പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച പ്രിയ പാട്ടുകാരൻ.
ടോപ്പ് സിംഗറിന്റെ അതുല്യ വേദിയിൽ വിജയഗാഥകൾ തുടർക്കഥയാക്കിയ ഭാവഗായകന് പ്രേക്ഷക പിന്തുണ ഏറെയാണ്. പാട്ടിന്റെ പൂരത്തിൽ ഫൈനൽ മത്സരത്തിന് അരങ്ങുണരുമ്പോൾ സൂര്യമഹാദേവന്റെ ആലാപന വസന്തത്തിനായി ലോകം കാത്തിരിക്കുന്നു. സ്വർഗവിരുന്നിൽ വിധികർത്താക്കളെ പോലും ഞെട്ടിച്ചു കളഞ്ഞ സൂര്യമഹാദേവന്റെ ആലാപന ചാതുരിക്ക് ഇനി ഒന്നുകൂടി മികവേറും. ഫൈനൽ പോരാട്ടത്തിൽ ചൂടും ചൂരുമായി സൂര്യൻ അങ്കത്തട്ടിലേക്ക്. പ്രിയ സൂര്യമഹാദേവന് ഭാവുകങ്ങൾ നേരുന്നു. ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ ശിവശംഭോ. മഹാദേവ ശിവശംഭോ. ഏത് പാട്ടാ മോനെ? സ്നേഹഗായികെ നിൻ സ്വപ്നവേദി സോങ്. അപ്പൊ ഇത് ഫൈനലാണ്, ഫൈനലിന്റെ തുടക്കമാണ്. നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. നീ നന്നായിട്ട് പാടൂടാ. ഒരു കാര്യം പറയാൻ പറ്റും, പാട്ടിന് പറ്റിയ കോസ്റ്റ്യൂമാണ്. സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും. ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും. സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും. ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും. നിൻ പ്രേമപൂജ തൻ നിർവൃതി പുഷ്പങ്ങൾ നിത്യവും ഞാനണിയും. നിൻ രാഗം താനം പല്ലവി കേട്ടൻ പൊന്നമ്പലമുണരും. മനസാ പൊന്നമ്പലമുണരും. സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും. ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും. നിൻ പുഷ്പതാലത്തിൽ നിറയുന്ന വർണ്ണങ്ങൾ നിൻ ദേവൻ വാരിച്ചൂടും. നിൻ മുത്തം ചാർത്തും ഉന്മാദഹർഷം പൊഞ്ചമ്പകങ്ങളാകും. മാദകമന്ദസ്മിതങ്ങളാകും. സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും. ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും. സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും. ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും. എന്റെ സ്നേഹഗായക, എത്ര സ്നേഹിച്ചാടാ നീ പാടുന്നത്. ആ പാട്ടിനെ സ്നേഹിച്ച് നീ പാടുന്നു, പാട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നു, പാട്ടിന്റെ ഉള്ളിൽ നിന്ന് പാടുന്നു. ഇറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. മാത്രമല്ല ഈ പാട്ട് എന്തൊരു പാട്ടാണ് അല്ലേ.
അർജുൻ മാസ്റ്ററുടെയും തമ്പി സാറാണ് എഴുതിയത്. Yes, sir. ആഹാ. എനിക്ക് ഒരുപാട് ഇടങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവസാനം ആ മാദക ഒരു സംഗതി ഉണ്ടല്ലോ, അത് നല്ല മാദകത്വം ഉണ്ടായിരുന്നു ആ സംഗതിക്ക്. ഗാനോത്സവം എന്ന് ഓരോ സ്ഥലത്ത് പാടിയത് ഭാവം. ഈ ഭാവഗായനാണല്ലോ. അപ്പൊ ഫിനാലയല്ലേ ഇത്? ഫിനാലയുടെ ആദ്യത്തെ സ്റ്റേജാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല കേട്ടാ. പക്ഷെ അതൊരു വലിയ പ്രശ്നമല്ല. നമ്മളൊക്കെ ചേട്ടനുണ്ട്, അതൊക്കെ എടുത്തോളൂ കേട്ടോ. ഗംഭീരം ഗംഭീരം. വെരി നൈസ് സെലക്ഷൻ, വെരി വെൽ സങ് കേട്ടോ. ആ ഗാനോത്സവം തന്നെയാണ് ഇതിന്റെ ഒരു എക്സ് ഫാക്ടർ. ഓരോ ഇടങ്ങളിലും ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. മിടുക്കനായിട്ട് വളരുക, വളർന്നുകൊണ്ടേ ഇരിക്കുക. സൂര്യകുട്ടൻ നന്നായിട്ട് പാടി. എക്സ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ പല പല സ്ഥലങ്ങളിലെയും ഭാവങ്ങൾ. പല്ലവിയില്ലേ, പല്ലവിക്കകത്തൊക്കെ ഉള്ള ആ ഭാവങ്ങളുണ്ട്. അനുപല്ലവിയിലും അതുപോലെ തന്നെ ചരണത്തിലും ഒക്കെ ഉള്ള certain important places which ദാസേട്ടനല്ലേ പാടിയത്. അപ്പോൾ ദാസേട്ടൻ ഹാസ് ഗിവൺ സം സൂപ്പർ ഭാവം. ആ ഭാവം യു ഹാവ് റിഫ്ലക്റ്റഡ് ഇറ്റ് വെരി വെൽ ഇൻ ദിസ് റെൻഡിഷൻ. വെരി ഗുഡ്. പറയാതിരിക്കാൻ വയ്യ. ഫൈനലായി എന്നുള്ളതിന്റെ ഒരു മണം കിട്ടി തുടങ്ങി നമുക്ക്. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ ശ്രുതിയും പിന്നെ മനസ്സാം അവിടെയൊക്കെ കുറച്ച് ശകലം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. സൂര്യകുട്ട വളരെ വളരെ നന്നായിരുന്നു, ഉഗ്രനായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാവുന്ന ഇത് തന്നെയാണ് ഗാനോത്സവം. എല്ലാ തവണത്തെയും വളരെ മനോഹരമായിരുന്നു കേൾക്കാൻ. പിന്നെ ഈ ശബ്ദത്തിന്റെ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ആ മനസ്സാം ഉള്ളടുത്ത് അനുപല്ലവിയില് അത് ശബ്ദം മാറുന്നതിന്റെ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ചരണത്തിൽ മാതക എന്നുള്ളത് അതേ സെയിം പോർഷനിൽ അതുപോലെ വരുന്നത് ചരണത്തിൽ ഏകദേശം ഓക്കെ ആയി, കറക്റ്റായി, നന്നായിരുന്നു കേൾക്കാൻ. ബാക്കിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അരി ഞെക്കി നോക്കിയാൽ മതിയല്ലോ ബന്ധമെന്നറിയാൻ. അത് വളരെ കറക്റ്റാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടൻചേട്ടൻ പറഞ്ഞ പോലെ വളരെ വളരെ സ്നേഹിച്ചാണ്, ഒരു പാട്ടിനെ സ്നേഹിച്ചാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് വന്ന കാലം മുതൽ ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ ഈ പാനലിൽ ഇരിക്കാൻ തുടങ്ങിയ പിന്നെ വളരെയധികം നോട്ട് ചെയ്ത ഒരു കാര്യമാണ്. സൂര്യകുട്ടൻ വളരെ പാട്ടുകൾ, ഓരോ സംഭവങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാക്സിമം ഭാവം കൊടുത്താണ് പാടുന്നത്. അതാണ് വെറുതെ അല്ല ഭാവഗായക എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹായ് സൂര്യ. എപ്പോഴും കാണാറുണ്ട് ടോപ്പ് സിംഗർ. മിക്കപ്പോഴും ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ അവിടെ ഉണ്ടാവും, എന്തായാലും വെച്ചിട്ടുണ്ടാവും, ടി വിയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യണ ഒരു ഫേസ് ആണ് സൂര്യയുടെ. അത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് പാടുന്നത്. അത് കാണാനും ഭയങ്കര രസമാണ് പാടുന്ന കാണാൻ. എപ്പോഴും സ്മൈൽ ചെയ്തിട്ട് ഇങ്ങനെ പാടുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ഈ പാട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പെട്ടെന്ന് ചരണമായി പോയല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ആകെ കുറച്ച് സമയം കൊണ്ട് എന്തൊക്കെയാ നമുക്ക് ആ പാട്ട് കേട്ടപ്പോൾ ഫീൽ ചെയ്തെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. അല്ലെ, ഇപ്പൊ അപർണ സൂര്യയുടെ കൂടെ ആണല്ലോ തമിഴിൽ അഭിനയിച്ചത്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഞാൻ ഇതവണ പറഞ്ഞു. അപ്പൊ ആ സൂര്യയാണോ ഈ സൂര്യയാണോ നല്ലത്? എന്റെ പണി കളയാൻ പറയരുത്. അപർണ പറയട്ടെ, തമിഴിലെ സൂര്യയാണോ നല്ലത് നമ്മുടെ സൂര്യയാണോ നല്ലത്? നമ്മുടെ സൂര്യയാണ് നല്ലത്. കണ്ട ഇത് ഷൂട്ട് ചെയ്ത് ഇനി പുള്ളിക്ക് അയച്ചു കൊടുത്ത് വിളിച്ചു പറഞ്ഞ് കൊത്തിത്തിരി അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഭിനയത്തില് നമ്മുടെ ആ സൂര്യ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്നേഹം കുറെ വാങ്ങിക്കൂട്ടി നമ്മളെപ്പോഴും കാണുന്നതാണ്. പക്ഷെ പാട്ടില് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഒക്കെ മനസ്സിൽ ഇടം പിടിച്ച ഒരാളാണ് സൂര്യ മഹാദേവൻ. ചുരുക്കി പറഞ്ഞ രണ്ട് സൂര്യ. ഇതിന്റെ ഉത്തരം അപർണ പറയേണ്ട ഒറ്റ ഉത്തരവേ ഉള്ളൂ. മദ്രാസിലെ ആ സൂര്യ, വാളയാർ ചെക്ക് പോസ്റ്റ് കടക്കുന്ന ആ പോയിന്റിൽ അപർണ മാറിക്കളെ. അതുവരെ അങ്ങനെ നിൽക്കുള്ളൂ കേട്ടാ. നല്ലതായിട്ട് പാടുന്നു. മാത്രമല്ല ഞാൻ ഇത്രയും പേരൊക്കെ ഇവിടെ വന്ന് പാടുന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കളർ കോമ്പിനേഷൻ ഉള്ള ബനിയനും ഷൂസും ചുമലയും ബ്ലാക്കും വെള്ളയും എന്ന് പറഞ്ഞാൽ അത്രയും കറക്റ്റ് ആയിട്ട് അതിനിടയിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ഒളിച്ച് നിൽക്കാൻ പറ്റും വേണം ഈ ബാക്ക്ഗ്രൗണ്ട്. അത്രയും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇതൊക്കെ വിട്ടിട്ടൊരു ചോദ്യം. മീനോഷി ഇപ്പൊ പറയും, ഓണ സദ്യയിലുള്ള ഏതെങ്കിലും 11 ഐറ്റങ്ങളുടെ പേര് പറ. സാമ്പാറ്, പരിപ്പ്, മോരേറി, പിന്നെ അവിയല്, അതൊന്നും ഉണ്ടാവാറില്ല, പപ്പടം, പിന്നെ തോരൻ, ഓലൻ, മോനെ സഹായിക്കടാ, പച്ചടി അങ്ങനല്ലേ, പിന്നെ വേറെ സംഭവം കിച്ചടി. അങ്ങനെയും പറയാം. ബീഫ് ഒന്നും ഉണ്ടാവാറില്ല. വേറെ എന്ത്? വട്ടും കരളും. വട്ടും കരളും ഇല്ല, പോട്ടെ പറ. അതൊന്നും ഇല്ല. ഇപ്പോഴും 7 ആയിട്ടുള്ളൂ. പായസം,
പായസം ഇപ്പൊ എത്രണ്ണായി? ഇപ്പൊ 8 എണ്ണം. 8. 11 എണ്ണം പറയണം. മോനെ നീ മിണ്ടല്ലേ? ശരിയാക്കി തരാം. പപ്പടം ഞാൻ പറഞ്ഞു. ചോറുണ്ട്. എന്നാ വാഴയിലും ടേബിളും ചേർന്ന് കൂടെ പറ. 11 എണ്ണായി. അല്ല കുഴിമന്തി ഒന്നും ഉണ്ടാവാറില്ല. ആദ്യം സദ്യയുടെ അല്ല മീനുകുട്ടി ആദ്യം ഇലയിലിടുന്നത് എന്തെന്നാ? ഉപ്പ്. ഉപ്പ്. അപ്പൊ അതറിയാം. ഉപ്പല്ലേ സദ്യക്ക് വിളമ്പും. ഉപ്പ് സദ്യക്ക് വിളമ്പുമല്ല ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോകുമ്പോ നാരങ്ങയും ചെണ്ടും 1 പാക്കറ്റ് ഉപ്പും കൊടുത്തു വിടും. ഞാൻ കണ്ടിരിക്കുന്നതിൽ ചോദിച്ചാലേ തരാറുള്ളത്. എന്റെ മോളെ പറ്റി ഇങ്ങനെ അവളെ കളിയാക്കരുത്. അല്ല കളിയാക്കിയതല്ല, അറിവ് പകർന്നു കൊടുത്തതാണ്. കളിയാക്കരുത്. കാരണം അവൾ എന്ത് സുന്ദരിയാണ്. അതെ, അവളുടെ സംസാരം എന്ന് പറയുന്നത് എന്ത് രസം. 2 കുഴപ്പങ്ങളേ ഉള്ളൂ. നോണ പറയും. ഇല്ല അങ്ങനെ പാവമാണ് കേട്ടോ. അവൾക്ക് 2 കുഴപ്പങ്ങളേ. ഒന്ന് അയ്യോ അങ്ങനെ വേണ്ട, അത് പറയണ്ട. നമ്മൾ പുറത്തു വരാൻ പാടില്ല. അച്ഛന്മാരായി അങ്ങനെ പുറത്തു വരാൻ പാടില്ല. മക്കളുടെ കുഴപ്പം പുറത്തു. അച്ഛന്മാര് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും അങ്ങനെ പുറത്തു പറയാൻ പാടില്ല എന്ന്. അത് പോയി അവിടെ. വിഷു 2 പ്രശ്നങ്ങള് 2 കുഴപ്പങ്ങളെ എന്റെ മക്കളുള്ളൂ. ഒന്ന് പഠിക്കൂല. അയ്യോ ആര് പറഞ്ഞു? പഠിക്കൂല. രണ്ടാമത്തെ കാര്യം ഒന്നിനെ പറ്റി ഒരു വിവരവും ഇല്ല. 2 കുഴപ്പം. ബാക്കി എല്ലാ തികഞ്ഞ. ഇപ്പൊ അച്ഛനാണോ നല്ലത് അമ്മാവനാണോ നല്ലത്? അതെ കുട്ടാ പോട്ടെ, എന്തായാലും വിട്ടു കൊടുക്കാം. നല്ല കുട്ടിയാണ്. കാരണം 3-4 ദിവസം കഴിയുമ്പോ പോകണ്ടല്ലേ? 3-4 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. പോകുന്നത് ഈ ആളി കത്തുന്ന കേട്ടേക്കുന്നത്. പോട്ടെ തന്നെ. ഇത് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും റിയാലിറ്റി ഷോ ഒക്കെ വിളിക്കും. അല്ല വിളിക്കുന്നല്ലേ പറഞ്ഞേ, പോസിറ്റീവായിട്ട് പറഞ്ഞാലും ഇപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. ആരെങ്കിലും ഒക്കെ വിളിക്കും കേട്ടോ. പരിപാടി. പിന്നെ നിന്റെ പേരല്ലായിരുന്നോ കുഴിമന്തി? ഞാൻ അറിയാതെ എന്റെ വയലിൽ വന്നു കേട്ടോ. പുള്ളീനെ എന്താ കുഴിമന്തി എന്ന് വിളിക്കുന്നത്? അവൻ ഒരു ദിവസം 10 ബിരിയാണി ആയിരിക്കും. ആണ്. ബിരിയാണിയാണോ സദ്യയാണോ ഇഷ്ടം? എനിക്ക് സദ്യ. ഇപ്പൊ ബിരിയാണി ഇപ്പൊ താല്പര്യം കുറഞ്ഞു. അതെന്ത് പറ്റി? പെട്ടെന്ന് ബിരിയാണി ഡിമാൻഡ് ഇടിഞ്ഞു പോയാ? അതല്ല, പിന്നെ കഴിച്ചു മടുത്തു. അതായിരിക്കും. ആയിക്കോട്ടെ കേട്ടാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഫൈനൽസിൽ വരാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു സർ. മീനുട്ടി എന്തോ അച്ഛൻ വെറുതെ പറഞ്ഞാണ് കേട്ടാ. നമ്മുടെ ടീമാണേ. പിന്നെ അല്ല അച്ഛന്റെ ബുദ്ധിയല്ലേ മോക്ക് കിട്ടൂ. ഒരു കൊച്ചിന് ബുദ്ധിയില്ല, കാര്യമില്ല. ഇതൊക്കെ പാരമ്പര്യമാണല്ലോ. ഓർത്തില്ല. അത് ശരി, അപ്പൊ കുഴപ്പമില്ല അച്ഛൻ. അല്ല ഞാൻ ആ സമയത്ത് ടൈമിംഗ് ഒത്തു വന്നിട്ട് വേണ്ടെന്ന് വെച്ചതാ. അപ്പൊ ദൈവമായിട്ട് രണ്ടാമത് കൊണ്ട് തന്നു. അപ്പൊ സൂര്യ ഓൾ ദി ബെസ്റ്റ്.